Welcome dear students, welcome to my video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന കൺസെപ്റ്റാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമ്മൾ ഇ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, ക്യാപിറ്റൽ ഇ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇ ഡോട്ട് എ ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ ക്ലോസ്ഡ് സർഫസിൽ, ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൊസിഷൻസിൽ നിന്ന്, ഏത് പൊസിഷൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും സർഫസ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതാണ് ക്ലോസ്ഡ് സർഫസ്. ഇപ്പോൾ ഒരു ബോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസാണ് അല്ലേ. അതേപോലെ ഒരു ക്ലോസ്ഡ് സർഫസ് പരിഗണിക്കുന്നു. ഇപ്പോൾ ഒരു ചോറ് കൊണ്ടുപോകുന്ന ഒരു പാത്രം എടുത്തു അല്ലേ, അത് അടച്ച് വയ്ക്കുമ്പോൾ അതൊരു ക്ലോസ്ഡ് സർഫസാണ്. അപ്പോൾ അതേപോലെ ഒരു ക്ലോസ്ഡ് സർഫസ് ഞാൻ എടുക്കുകയാണ്. സേ ദിസ് ഈസ് അവർ ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, ഈ ക്ലോസ്ഡ് സർഫസിൽ വളരെ ചെറിയ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. സേ ഈ ചുമന്ന പേന കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഏരിയ, എ വെരി സ്മോൾ ഏരിയ ഡിനോട്ടഡ് ബൈ ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ, സർഫസ് ഏരിയ എന്നുള്ളത് കൊണ്ടാണ് ഡി എസ് കൊടുത്തിരിക്കുന്നത്. ഡി എ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, നോ പ്രോബ്ലം. സോ ഡി എസ് ഈസ് ദി സ്മോൾ സർഫസ് ഏരിയ ഹിയർ. ഓക്കെ, നമുക്കറിയാം ഈ സർഫസ് ഏരിയയുടെ വെക്റ്റർ, ഏരിയ വെക്റ്റർ എപ്പോഴും ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ, നോർമൽ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ആ ഒരു ചെറിയ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഡി എസ് നോർമലായിട്ടാണ്, മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്. നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുണ്ട്, പുറത്തേക്കാണ് അല്ലേ, ഡയറക്റ്റിംഗ് ഔട്ട്വേർഡ്സ്, പെർപെൻഡിക്കുലർ ടു ദിസ് സർഫസ്. ആൻഡ് ഇൻറ്റൻസിറ്റി ഈസ് ആൾസോ ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സർഫസ് വഴി കടന്നു പോകുന്ന ഫ്ലക്സിനെ ഡി ഫൈ എന്ന് വിളിക്കുന്നു. സേ ദിസ് ഈസ് ഡി ഫൈ. ഡി ഫൈ ആകുമ്പോൾ എന്ത് വരും? ഇ ഡോട്ട് ഡി എസ്. നേരത്തെ ഫൈ ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇ ഡോട്ട് എ. അപ്പോൾ ഡി ഫൈ ആണെങ്കിൽ ഈ സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് ഡി ഫൈ ആണെങ്കിൽ ഇ ഡോട്ട് ഡി എസ്. ദെൻ വാട്ട് ഈസ് ദി ടോട്ടൽ ഫ്ലക്സ് പാസിങ് ത്രൂ ദിസ് ഹോൾ സർഫസ്? മൊത്തത്തിലുള്ള സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ടോട്ടൽ ഫ്ലക്സ്? ഇ ഡോട്ട് ഡി എസിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നു അല്ലേ. അപ്പോൾ സോ ഫൈ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇവിടെ ഞാനൊരു റൗണ്ട് ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സർഫസ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയും. എന്തെന്നാ പറയുന്നത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇത് സർഫസ് ഇൻ്റഗ്രലാണ്. ഡി എസ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇൻ്റഗ്രൽ സർഫസ് ആണ്. ചില സമയങ്ങളിൽ ലൈൻ ഇൻ്റഗ്രൽ വരും. ആ സമയത്ത് ഇവിടെ ഡി എൽ ആയിരിക്കും കാണുന്നത്. സോ ഇത് സർഫസ് ഏരിയ വെച്ച് കൊണ്ടുള്ള ഇൻ്റഗ്രൽ ആയതുകൊണ്ട് സർഫസ് ഇൻ്റഗ്രൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി. ദിസ് ഈസ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി. ദിസ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി. അതാണ് ഞാൻ ഈ ഹെഡിങ്ങിൽ സൂചിപ്പിച്ചത്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. ഫൈ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയും, ഇ ഡോട്ട് ഡി എസ്. ഇനി ഒന്ന് രണ്ട് കൺസെപ്റ്റുകൾ നോക്കുക. നോക്കൂ, ഈ ഒരു സർഫസിൽ നിന്ന് ഫ്ലക്സ് പുറത്തേക്കാണ് പോകുന്നത്. ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, സോ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും, ഫീൽഡ് ലൈൻ. സോ അതിൻ്റെ അർത്ഥം ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ആണെന്നാണ്. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും.
സോ ഇവിടുത്തെ ഫ്ലെക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. പ്ലസ് ക്യൂ ചാർജ് അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഫ്ലെക്സും ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലെക്സ് പോസിറ്റീവായിട്ട് എടുക്കണം, ഗ്രേറ്റർ ദാൻ 0. സിമിലർലി ഇവിടെ നോക്കിയേ, ഉള്ളിലേക്കാണ് ഫീൽഡ് ലൈൻസ് വരുന്നത് അല്ലെങ്കിൽ ഫ്ലെക്സ് വരുന്നത്. സോ ഇവിടെ എന്തുണ്ടായിരിക്കണം, ഒരു മൈനസ് ക്യൂ ചാർജ്. കാരണം നെഗറ്റീവ് ചാർജിലേക്കല്ലേ ഫീൽഡ് ലൈൻസ് വരുന്നത്, അതിലേക്കാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഫ്ലെക്സ് നെഗറ്റീവാണ്, ലെസ് ദാൻ 0. ഓക്കെ. സിമിലർലി ഒരു ഫ്ലെക്സ് ഷ് എന്നും പറഞ്ഞ് ഇവിടെ കയറി വരുന്നു, അതേ കണക്ക് ഷ് എന്നും പറഞ്ഞ് വെളിയിൽ പോകും. അടുത്ത ഫ്ലെക്സ് ഷ് എന്നും പറഞ്ഞ് വരുന്നു, ഷ് എന്നും പറഞ്ഞ് വെളിയിൽ പോകും. ഓക്കെ. സോ ഇവിടെ വന്ന് കയറിയത് അതേപോലെ പോകും, ഇവിടെയും വന്ന് കയറിയത് അതേപോലെ പോകും. അതിൻ്റെ അർത്ഥം ഇൻവേർഡ് ഫ്ലെക്സും ഉണ്ട്, ഔട്ട്വേർഡ് ഫ്ലെക്സും ഉണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അതേ കണക്ക് നെഗറ്റീവ് ചാർജും ഉണ്ടാവണം അല്ലേ. എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രമാത്രം നെഗറ്റീവ് ചാർജ് ഉണ്ടാവണം. സോ ഹിയർ ദർ ഈസ് നോ ഫ്ലെക്സ് ഇൻസൈഡ് ദി സർഫസ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലെക്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഫൈ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരാം. സോ ഇതൊരു ക്ലോസ്ഡ് ക്യൂബാണ്, ഒരു ക്യൂബിക്കൽ സർഫസ് ആണ് അല്ലേ, ക്ലോസ്ഡ് ക്യൂബാണ്. നിങ്ങൾ പറയൂ, ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? മുകളിലൊന്ന്, താഴെ 2, ഈ 2 സൈഡ് 3, 4, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും 5, 6 അല്ലേ. 6 സർഫസ് അല്ലേ. വീട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇതേപോലുള്ള ഒരു ബോക്സ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കിയാൽ മതിയാവും. ഓക്കെ. 6 ഫേസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്നവർക്ക് ഒരു ഡാർക്ക് ഫാൻറ്റസി ഉടനെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഈ ഒരു ബോക്സിൽ എത്ര ഫേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ. ഇതൊന്ന്, പിന്നെ 2, ഇനി ഇപ്പുറത്ത് അല്ലേ 3, പിന്നെ താഴെ 4, ഇപ്പുറത്ത് 5, ഇവിടെ 6, അങ്ങനെ 6 ഫേസ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇനി ഇതിലേക്ക് നോക്കിയേ, ഈ ബോക്സ് വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫ്ലെക്സിലാണ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിലാണ്. ആ ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് പോകുന്നു. സി ദിസ് ഈസ് ദി ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബോക്സ് അങ്ങനെ വെച്ചിരിക്കുകയാണ് എങ്കിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഫീൽഡ് ലൈൻസ് കാണിക്കാൻ, ഫീൽഡ് ലൈൻസിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നത് ഈ ബ്ലാക്ക് പെൻ വെച്ചുകൊണ്ടാണ്. ഓക്കെ. ഇവിടുത്തെ ഏരിയ എങ്ങനെയായിരിക്കും നിൽക്കുക? ഈ മുകളിലത്തെ സർഫസിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ ആരാ പറയുന്നത്? വെരി ഗുഡ്. ഇതാ ഇങ്ങനെയായിരിക്കും. ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് ദി ഏരിയ അല്ലേ, ശരിയല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? ഇതിനിടയിലുള്ള ആംഗിൾ പറഞ്ഞേ. വെരി ഗുഡ്, 90 ഡിഗ്രീസ് അല്ലേ, ശരിയല്ലേ? ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രീസ്. അപ്പോൾ ആ ഫേസിൻ്റെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മുകളിലത്തെ ഫേസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. 5 അല്ലേ, 5 1 എടുക്കാം, ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇവിടെ ഇൻ്റഗ്രേഷൻ കൊടുക്കണ്ട. കാരണം എന്താണ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ സർഫസാണ്, മൊത്തത്തിലുള്ള ഏരിയ ഡി എസ് ആണ്. അല്ല സ്മോൾ ആയിട്ടുള്ളൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല, മൊത്തത്തിലുള്ള ഏരിയ ഡി എസ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടുത്തെ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? ഇ ടി എസ് കോസ് 90. വാട്ട് ഈസ് കോസ് 90? കോസ് 90 ഈസ് ഇത് 0 ആണ്. സോ ദെർഫോർ ദി ആൻസർ ഈസ് 0. ഓക്കെ. സിമിലർലി അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് വരാം, അടുത്ത ഒരു സൈഡിലേക്ക് വരാം. നോക്കൂ, ഇപ്പം ഞാൻ ടോപ്പിലാണ് എഴുതിയത്, ഈ ഡാർക്ക് ഫാൻറ്റസി എന്ന് എഴുതിയ സ്ഥലത്താണ് എഴുതിയത്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സൈഡ് എടുക്കാം. ഈ സൈഡാകുമ്പോൾ എങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും അല്ലേ, ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടുത്തെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഫീൽഡ് ലൈൻസ് ഓക്കെ, ഏരിയ ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു ഏരിയയെ സൂചിപ്പിക്കുന്നത് ഈ ചുമന്ന പേരുണ്ടല്ലേ. സോ ഏരിയ ഇങ്ങനെ നിൽക്കുന്നു. സോ ഫീൽഡ് ലൈൻസ് എങ്ങനെ നിൽക്കുന്നു? എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ടാണ് പോകുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് ഫീൽഡ് ലൈൻ. സോ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? ദിസ് ഈസ് ആൾസോ 90 ഡിഗ്രീസ്. സോ അതിന് നമുക്ക് 5 എന്ന് എടുക്കാം. 5 സോ 5 ഈസ്
ആൾസോ 90 ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ് ഈസ് 90 ഡിഗ്രി. സോ അതും എന്ത് തന്നെയാണ്, ഇ ഡി എസ് കോസ് 90 ദാറ്റ് ഈസ് ഇക്വൽ ടു 0. അഗൈൻ ഞാൻ അപ്പുറത്തെ സൈഡ് എടുക്കുന്നു അല്ലേ. അപ്പുറത്തെ സൈഡ് ഫീൽഡ് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അല്ലേ. ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പുറത്തെ സൈഡ്. പക്ഷേ ഏരിയ എങ്ങനെ നിൽക്കുന്നു? പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. ഇങ്ങനെ തള്ളി നിൽക്കുന്നു, കണ്ടോ? പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഏരിയ. അപ്പോഴും ഏരിയയുടെ ഡയറക്ഷൻ പുറത്തേക്കാണ്, ഔട്ട്വേർഡ്സ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെയും ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി. സോ അതിനെ 5/3 എന്ന് എടുക്കാം. 5/3 ഈസ് ഇക്വൽ ടു ഇ ഡി എസ് കോസ് 90 ദാറ്റ് ഈസ് ആൾസോ ഇക്വൽ ടു 0. ഇനി എത്ര ഫേസും കൂടെ നമുക്ക് പറയാനുണ്ട്? ഇനി 3 ഫേസും കൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇതുമൊക്കെ പറയാം, മറ്റേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയുള്ളത് ഈ സൈഡ് ഇങ്ങോട്ട്. അപ്പോൾ അവിടെ ഏരിയ നോക്കിയേ. ഏരിയ ചുമന്ന പേന വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ഇങ്ങനെ നിൽക്കുക ഏരിയ. ഫീൽഡ് ലൈൻസ് അങ്ങോട്ട് തന്നെയാണ് അല്ലേ, അങ്ങോട്ട് തന്നെയാണ്. സോ അതിനിടയിലുള്ള ആംഗിൾ എത്ര വരും? രണ്ടും സെയിം ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ ഇതെടുത്ത് വെച്ചാൽ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ നിങ്ങൾ, സെയിം ഡയറക്ഷനാണ്. നോക്കൂ, ഇതാണ് ഫീൽഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ഏരിയ. ഏരിയ ഈസ് ഓൾവേസ് നോർമൽ ഔട്ട്വേർഡ്സ്. So what is the angle between these two? 0 degree because they are parallel or in the same direction. Then what is the 5/4? What is the flux passing through this surface? ADS cos 0. Angle is 0. What is cos 0? Cos 0 is 1. So cos 0 1 ആകുമ്പോൾ EDS only. Now അടുത്ത ഫേസ് അല്ലേ, ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡ് ആകുമ്പോൾ ഏരിയ എങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ട് നിൽക്കുന്നു അല്ലേ. ഫീൽഡ് എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് പോകുന്നു. ഫീൽഡ് ഇങ്ങോട്ട് പോകുന്നു, ഏരിയ ഇങ്ങോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും. ഇറ്റ് ഈസ് 180 ഡിഗ്രീസ്. സോ വാട്ട് ഈസ് 5/5? അതായത് ഫ്ലക്സ് അഞ്ചാമത്തെ ഫേസ് വഴി പാസ് ചെയ്യുന്ന ഫ്ലക്സ്, അത് ഇ ഡി എസ് കോസ് 180 ഡിഗ്രി അല്ലേ. ഇവിടെ വാട്ട് ഈസ് കോസ് 180? വെരി ഗുഡ്, ഇറ്റ് ഈസ് -1. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു -EDS. കോസ് 180 ഈസ് -1. ഇനി ദി ലാസ്റ്റ് ഫേസ്. ശരിക്കും ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷൻ ഉണ്ടല്ലോ, അതാണ് കാണിച്ചിരിക്കുന്നത്. ഷെയ്ഡഡ് പോർഷനാണ് കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ ആ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയ്ഡഡ് പോർഷൻ ആണോ? അല്ലല്ലേ. ഷെയ്ഡഡ് പോർഷൻ നമ്മൾ നേരത്തെ ഡാർക്ക് ഫാൻറ്റസി ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള ഭാഗം കാണിച്ചതാണ്. ശരിയാണ്, ബോട്ടം ഫേസാണ്. ബോട്ടം ഏറ്റവും താഴെയുള്ളത്. ബോട്ടം ഫേസാണ്. സോ താഴെയുള്ളതാണ്. നോക്കൂ, ഏരിയ താഴേക്ക് നിൽക്കുന്നു. പിന്നെ ഫ്ലക്സ് അങ്ങോട്ട് നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. വാട്ട് ഈസ് ദി ആംഗിൾ? 90 degrees. So 5/6 is EDS cos 90. What is cos 90? Cos 90 is 0. So no flux. ഇനി നിങ്ങൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. വാട്ട് ഈസ് ദി ടോട്ടൽ ഫ്ലക്സ്? ഫ്ലക്സ് 5 എന്ന് വിളിക്കാം, ടോട്ടൽ ഫ്ലക്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എല്ലാ ഫേസിലെയും ഫ്ലക്സ് എടുത്ത് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 5/1 + 5/2 + 5/3 + 5/4 + 5/5 + 5/6 ഓരോന്നെടുത്ത് ആഡ് ചെയ്യുക. 5/1 + 5/2 + 5/3 + 5/4 + 5/5 + 5/6 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എത്ര കൂടെ? 0 + EDS -EDS + 0. നോക്കൂ, EDS - EDS എത്ര? 0. സോ ദി ഫൈനൽ ആൻസർ ഈസ് 0. സോ എന്ത് റിസൾട്ടാണ് കിട്ടിയത്? ദി ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. പറഞ്ഞേ, ദി ടോട്ടൽ ഫ്ലക്സ്
പാസിംഗ് ത്രൂ ഓർ ദി ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ലിങ്ക് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫ്ലക്സ് 0 ആയിരിക്കും. ഓർ ദി ടോട്ടൽ ഫ്ലക്സ് ഇൻക്ലോസ്ഡ് ഇൻസൈഡ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ഓക്കെ, സോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. ഓക്കെ, താങ്ക് യു എവരിബഡി. ബൈ.